നമസ്കാരം, ഏവർക്കും അക്ഷയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഇതോടൊപ്പം മുൻഗണനാ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ മാറ്റം, BPL വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം, റേഷൻ കടകളിൽ ഇലക്ട്രോണിക് തൂക്കയന്ത്രം നിർബന്ധമാക്കിയത്, മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടങ്ങി നിരവധി പ്രധാന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ഉപയോഗിക്കുന്ന റേഷൻ കാർഡിനെ ബാധിക്കുന്ന വിവരങ്ങൾ ഇതിലുണ്ടാകാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആദ്യം ജൂലൈ മാസത്തെ റേഷൻ വിതരണത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ജൂലൈ 2 മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. വിവിധ വിഭാഗം റേഷൻ കാർഡുകാർക്ക് അവരുടെ അർഹത അനുസരിച്ചുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുകയാണ്. പതിവ് പോലെ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ റേഷൻ കാർഡും ബയോമെട്രിക് പരിശോധനയും ആവശ്യമായി വരും. കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ കൃത്യമാണോ എന്നും പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി റേഷൻ കടകളിൽ വന്ന ഒരു പ്രധാന മാറ്റത്തെ കുറിച്ച് പറയാം. സംസ്ഥാന പൊതുവിതരണ വകുപ്പ് എല്ലാ റേഷൻ കടകളിലും ഇലക്ട്രോണിക് തൂക്കയന്ത്രം നിർബന്ധമാക്കുന്നു. നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ തൂക്കത്തിൽ കുറവ് ലഭിക്കുന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഇനി ഡിജിറ്റൽ തൂക്കയന്ത്രം ഉപയോഗിക്കുന്നതിലൂടെ വിതരണം കൂടുതൽ സുതാര്യവും കൃത്യവുമാകുമെന്നതാണ് അധികൃതർ പറയുന്നത്. റേഷൻ വാങ്ങുന്നവർ സാധനങ്ങൾ കൈപ്പറ്റുന്നതിന് മുമ്പ് തൂക്കം പരിശോധിക്കുന്നത് ശീലമാക്കുക. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ ഉടൻ തന്നെ റേഷൻ ഡീലറെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയോ അറിയിക്കാം. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാർത്തയാണ് മുൻഗണനാ റേഷൻ കാർഡിന്റെ മാനദണ്ഡങ്ങളെ മാറ്റം. നിലവിൽ BPL അല്ലെങ്കിൽ മുൻഗണനാ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ കാരണം അർഹരായ പലർക്കും കാർഡ് ലഭിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഇതിൽ മാറ്റം കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഉദാഹരണത്തിന്, ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ചെറിയ സെക്കൻഡ് ഹാൻഡ് കാർ ഉള്ളത് മാത്രം മുൻഗണനാ കാർഡിന് തടസ്സമാകരുത് എന്ന നിർദ്ദേശമാണ് ഉയർന്നിരിക്കുന്നത്. അതുപോലെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത വെള്ളക്കെട്ടുകൾ ഭൂമി കൈവശമുള്ളതിനാലും അർഹത നഷ്ടപ്പെടരുത് എന്ന നിലപാടും പരിഗണനയിലുണ്ട്. ഇത് അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഭാവിയിൽ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് ലഭിക്കാൻ ഇത് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഇനി BPL വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അർഹതയുള്ള കുടുംബങ്ങൾക്ക് നിലവിലുള്ള റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം സർക്കാർ നൽകിയിട്ടുണ്ട്. ഓൺലൈനായി eCitizen പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ നൽകാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 17 വൈകിട്ട് 5 മണി വരെയാണ്. അതുകൊണ്ട് അർഹരായവർ അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷ നൽകുന്നതാണ് നല്ലത്. അപേക്ഷ നൽകുമ്പോൾ ആവശ്യമായ രേഖകൾ കൃത്യമായി സമർപ്പിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിരസിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഇനി മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലേക്ക് കേരളത്തിന് ലഭിക്കുന്ന മണ്ണെണ്ണയുടെ കേന്ദ്രവിഹിതം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് മണ്ണെണ്ണയുടെ ലഭ്യത കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് മണ്ണെണ്ണ വാങ്ങുന്നവർ വിതരണം നടക്കുന്ന തീയതികൾ ശ്രദ്ധിക്കുകയും വൈകാതെ വിഹിതം കൈപ്പറ്റുകയും ചെയ്യുക. ഇനി ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ കുറിച്ച് പറയാം. കുടുംബാടിസ്ഥാനത്തിൽ നൽകുന്ന റേഷൻ വിഹിതം ആളുകളുടെ എണ്ണമനുസരിച്ച് മാത്രമാക്കാനുള്ള കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ കേരളം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി 35 കിലോഗ്രാം സംരക്ഷിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ഇത് ഇപ്പോഴും ചർച്ചാഘട്ടത്തിലാണ്. അതിനാൽ നിലവിൽ വിതരണം ചെയ്യുന്ന രീതിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനി വിവിധ റേഷൻ കാർഡുകാർക്ക് പൊതുവായി ലഭിക്കുന്ന വിതരണ രീതിയെ കുറിച്ച് നോക്കാം. മഞ്ഞ കാർഡുകാർക്ക് അവരുടെ വിഭാഗത്തിന് അനുവദിച്ചിട്ടുള്ള സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും. പിങ്കു കാർഡുകാർക്ക് കുടുംബാംഗങ്ങളുടെ എണ്ണമനുസരിച്ച് അനുവദിച്ചിട്ടുള്ള സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യും. നീല കാർഡുകാർക്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യും. വെള്ളക്കാർഡുകാർക്ക് ലഭ്യത അനുസരിച്ച് പൊതുവിപണി നിരക്കിൽ അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കും. ഓരോ ജില്ലയിലും ലഭ്യതയും സ്റ്റോക്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ നിങ്ങളുടെ റേഷൻ കടയിൽ ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ഉറപ്പാക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം, റേഷൻ കാർഡിലെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടൻ പുതുക്കുക. പുതിയ അംഗത്തെ ചേർക്കൽ, മരിച്ച അംഗത്തെ ഒഴിവാക്കൽ, വിലാസം മാറ്റൽ തുടങ്ങിയ കാര്യങ്ങൾ വൈകിക്കരുത്. ബയോമെട്രിക് പരിശോധനയിൽ പ്രശ്നം നേരിടുന്നവർ അടുത്തുള്ള താലൂക്ക് സപ്ലൈസ് ഓഫീസിൽ ബന്ധപ്പെടണം. അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അറിയാൻ കേരള സിവിൽ സപ്ലൈസിന്റെ eCitizen പോർട്ടൽ ഉപയോഗിക്കാം. അപേക്ഷ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്.
ഇനി പല പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു പ്രധാന സംശയത്തിലേക്ക് വരാം. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ കാർഡ് മാറും എന്നതാണ് ആ ചോദ്യം. ഇതിനൊരു നിശ്ചിത സമയപരിധി എല്ലാ അപേക്ഷകൾക്കും ഒരുപോലെ പറയാൻ കഴിയില്ല. അപേക്ഷ ലഭിച്ച ശേഷം ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസ് രേഖകൾ പരിശോധിക്കും. ആവശ്യമായാൽ സ്ഥലപരിശോധനയും നടത്താം. അർഹത ഉറപ്പാക്കിയ ശേഷമാണ് അപേക്ഷ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. അതിനാൽ അപേക്ഷ നൽകിയ ഉടനെ കാർഡ് മാറുമെന്ന് കരുതേണ്ടതില്ല. അതുപോലെ അപേക്ഷ നൽകിയവർ ഇടയ്ക്കിടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും അധിക രേഖ ആവശ്യപ്പെട്ടാൽ അത് സമയബന്ധിതമായി സമർപ്പിക്കാനും ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു പ്രധാന കാര്യം, റേഷൻ കാർഡിലെ കുടുംബാംഗങ്ങളുടെ വിവരം കൃത്യമല്ലെങ്കിൽ പല ആനുകൂല്യങ്ങളും വൈകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വിവാഹം കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് മാറിയവർ, പുതിയ കുഞ്ഞ് ജനിച്ചവർ, കുടുംബാംഗങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടവർ തുടങ്ങിയ സാഹചര്യങ്ങളിൽ റേഷൻ കാർഡിലെ വിവരങ്ങൾ പുതുക്കുന്നത് മറക്കരുത്. പലരും റേഷൻ വാങ്ങാൻ പോകുമ്പോൾ ബയോമെട്രിക് പരിശോധനയിൽ വിരലടയാളം വയ്ക്കാത്ത പ്രശ്നം നേരിടാറുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവർക്കാണ് ഇത് കൂടുതലായി സംഭവിക്കുന്നത്. അത്തരത്തിൽ റേഷൻ ഡീലറുടെ സഹായം തേടുകയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സമീപിക്കുകയോ ചെയ്യാം. ചില സാഹചര്യങ്ങളിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള മറ്റ് പരിശോധനാ മാർഗങ്ങളും ഉപയോഗിക്കാം. ഇനി റേഷൻ കടകളിൽ ഇലക്ട്രോണിക് തൂക്കയന്ത്രം വരുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് എന്താണ് ഗുണം എന്നത് പറയാം. ഇതുവരെ ചില സ്ഥലങ്ങളിൽ തൂക്കവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു. പുതിയ സംവിധാനത്തിലൂടെ വിതരണം കൂടുതൽ കൃത്യവും സുതാര്യവുമാക്കാനുള്ള പ്രതീക്ഷ ഉപഭോക്താക്കൾക്കും ലഭിക്കുന്ന സാധനങ്ങളുടെ അളവിൽ കൂടുതൽ വിശ്വാസവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. റേഷൻ വാങ്ങുമ്പോൾ സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുക. അരി, ഗോതമ്പ് തുടങ്ങിയവയിൽ എന്തെങ്കിലും പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ റേഷൻ ഡീലറെ അറിയിക്കണം. പരിഹാരം ലഭിക്കാത്ത പക്ഷം താലൂക്ക് സപ്ലൈ ഓഫീസിലോ പൊതുവിതരണ വകുപ്പിന്റെ പരാതി സംവിധാനത്തിലോ അറിയിക്കാവുന്നതാണ്. ഇനി മണ്ണെണ്ണ ലഭ്യതയെ കുറിച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ, കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്രവിഹിതം കുറഞ്ഞ സാഹചര്യത്തിൽ ചില പ്രദേശങ്ങളിൽ വിതരണം പരിമിതപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അതിനാൽ മണ്ണെണ്ണ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ വിതരണം ആരംഭിച്ച ശേഷം വൈകാതെ തന്നെ സ്വന്തം വിഹിതം വാങ്ങുന്നത് നല്ലതാണ്. നിങ്ങളുടെ പ്രദേശത്തെ റേഷൻ കടയിൽ മണ്ണെണ്ണ എത്തിയ തീയതി മുൻകൂട്ടി അന്വേഷിച്ചാൽ അനാവശ്യ യാത്ര ഒഴിവാക്കാൻ കഴിയുന്നതായിരിക്കും. ജൂലൈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. റേഷൻ കടകളിൽ ഇലക്ട്രോണിക് തൂക്കയന്ത്രം നിർബന്ധമാക്കുന്ന നടപടികൾ തുടരുന്നു. മുൻഗണനാ റേഷൻ കാർഡിന്റെ മാനദണ്ഡങ്ങളിൽ ചില ഇളവുകൾ പരിഗണനയിലാണ്. അർഹരായവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ അവസരമുണ്ട്. കൂടാതെ മണ്ണെണ്ണയുടെ ലഭ്യതയിൽ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിതരണ തീയതികൾ ശ്രദ്ധിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ കാർഡ് മാറ്റുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 17 വൈകുന്നേരം 5 മണി വരെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ ഉത്തരവുകളോ കൂടുതൽ വ്യക്തത ലഭിക്കുന്ന അറിയിപ്പുകളോ പുറത്തിറങ്ങിയാൽ അതിന്റെ കൃത്യമായ വിവരങ്ങളും വിശദീകരണങ്ങളും ഞങ്ങൾ അടുത്ത വീഡിയോകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതിനാൽ ചാനൽ സ്ഥിരമായി പിന്തുടരുകയും പുതിയ അപ്ഡേറ്റുകൾ നഷ്ടപ്പെടാതെ കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇത്തരം ഏറ്റവും പുതിയ റേഷൻ, പെൻഷൻ, സർക്കാർ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ എന്നിവയുടെ വിശ്വസനീയമായ അപ്ഡേറ്റുകൾക്കായി ദിവസവും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.